ഇന്നലെ നമ്മൾ സുരേഷിന്റെ കഥ കേട്ടു. പ്രീമിയം കുറയുമ്പോൾ അവിടെ ഇൻഷുറൻസ് കമ്പനി വെട്ടിക്കുറയ്ക്കുന്നത് നിങ്ങളുടെ സമാധാനമാണ്. അവിടെ സംഭവിച്ചത് രണ്ട് കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്കും സംഭവിക്കാം. ആദ്യത്തേത് റൂം റെന്റ് ക്യാപ്പിംഗ്. പ്രീമിയം കുറവുള്ള പല പോളിസികളിലും റൂം റെന്റിന് ക്യാപ്പിംഗ് ഉണ്ടാവും. അതായത് മിനിമം ഇത്ര രൂപയെ കിട്ടൂ എന്നുള്ളത്. ചിലപ്പോൾ 2000 രൂപ അല്ലെങ്കിൽ സമ്മർഷേഡിന്റെ 1% ഇങ്ങനെയൊക്കെ ആയിരിക്കും കണക്ക്. നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ചിലപ്പോൾ നമ്മൾ എടുക്കുന്നത് സിംഗിൾ AC റൂം അങ്ങനെയൊക്കെയുള്ള കുറച്ച് സൗകര്യത്തിലുള്ള റൂമുകളും ആയിരിക്കാം. ഇവിടെ സംഭവിച്ചതും അത് തന്നെയാണ്. സുരേഷിന് ആകെ അനുവദിച്ചിരിക്കുന്നത് 2000 രൂപയാണ് റൂമിന്. പക്ഷെ സുരേഷ് എടുത്ത റൂം എന്ന് പറയുന്നത് 5000 രൂപയുടെയും ആയിരുന്നു. ഈ റൂം റെന്റിൽ വരുന്ന വ്യത്യാസം മാത്രമല്ല നമ്മൾ ബില്ലിങ്ങിൽ കൊടുക്കേണ്ടി വരുന്നത്. ഇങ്ങനെ റൂം റെന്റിന് ക്യാപ്പിംഗ് വരുന്നിടത്തെല്ലാം അവിടെ ഡോക്ടേഴ്സിന്റെ കൺസൾട്ടേഷൻ, നഴ്സിംഗ് ചാർജ് അങ്ങനെയുള്ള സകല സർവീസ് ചാർജുകൾക്കും അതിൽ കൂടെ പ്രൊപ്പോർഷനേറ്റ് ഡിഡക്ഷൻ വയ്ക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയ എമൗണ്ട് തന്നെ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. ഇവിടെയാണ് സുരേഷിനും അബദ്ധം പറ്റിയത്. രണ്ടാമത്തെ കാര്യം, ചില പോളിസികളിൽ കോ പേയ്മെന്റ് ഉണ്ടായിരിക്കും. നിശ്ചിത ശതമാനം 20 മുതൽ 30% വരെ ബില്ലിന്റെ നമ്മൾ കൊടുക്കണം എന്നുള്ള ആ ഒരു റൂൾ. ഇവിടെയും അങ്ങനെ ഒരു റൂൾ ഉണ്ടായിരുന്നെങ്കിൽ കിട്ടിയ ബില്ലിന്റെ 20% അല്ലെങ്കിൽ 30% നമ്മുടെ കയ്യിൽ നിന്നും കൊടുക്കേണ്ടി വരുന്നു. അവിടെയും അബദ്ധമാണ് നമ്മൾ കാണിക്കുന്നത് അല്ലേ? സുരേഷ് ആകെ നോക്കിയത് പ്രീമിയത്തിലുള്ള വിലക്കുറവ് മാത്രമാണ്. പക്ഷെ ഫീച്ചേഴ്സ് ഒന്നും നോക്കിയില്ല. എന്തൊക്കെ നമുക്ക് കിട്ടും, എന്തൊക്കെ ബെനിഫിറ്റ് ആണ് വരുന്നത്, എന്തൊക്കെ പോരായ്മയുണ്ട്, ഇതൊന്നും അന്വേഷിച്ചില്ല. വിമാനത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ പണം കുറവാണെന്ന് വിചാരിച്ച് നമ്മൾ ഒരു സീറ്റ് ബുക്ക് ചെയ്യുന്നു. യാത്ര ചെയ്യാൻ ചെല്ലുമ്പോഴാണ് അറിയുന്നത് അതിൽ ഇരിക്കാൻ ഇരിപ്പിടമില്ല, നിന്ന് യാത്ര ചെയ്യേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമായിരിക്കും അല്ലേ? അതേ അവസ്ഥയാണ് വില കുറഞ്ഞ അല്ലെങ്കിൽ പ്രീമിയം കുറഞ്ഞ പോളിസികളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റും അതുപോലെ തന്നെ കുറവായിരിക്കും. നല്ലൊരു പോളിസി എങ്ങനെ തിരിച്ചറിയാം, അത് നമുക്ക് നാളെ സംസാരിക്കാം.